നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിൻ്റെ 30 ജുസുവിൻ്റെ ആകെസാരം. അപ്പോൾ ഓരോ ദിവസവും പരിശുദ്ധ റമളാനിൽ ഓരോരോ ജുസുവിനെ എന്താണ് നമ്മൾ പരിശുദ്ധ റമളാനിൽ തറാവീഹിൽ കേൾക്കുന്നത്, പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ആ ജുസുയിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും നമ്മളത് കേട്ട് അതിനുശേഷം നമ്മൾ തറാവീഹിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വിഷയങ്ങൾ വരികയാണ് എങ്കിൽ വളരെ മനസാന്നിധ്യത്തോടുകൂടെ നമുക്ക് തറാവീഹിൽ നിൽക്കാനും പരിശുദ്ധ ഖുർആൻ്റെ പാരായണം ആസ്വദിക്കാനും നമുക്ക് കൂടുതൽ എളുപ്പമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആൻ്റെ ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും ആദ്യത്തെ സൂറത്ത് നമസ്കാരങ്ങളിലെല്ലാം തന്നെ എല്ലാ നമസ്കാരത്തിലും ഓതൽ നിർബന്ധമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ആകെ സാരമാണ് ഈ സൂറത്തുൽ ഫാത്തിഹ. അത് ഏറ്റവും ആദ്യത്തെ സൂറത്താണ് എന്നതിലുപരി തന്നെ പരിശുദ്ധ ഖുർആനിൽ പൂർണ്ണമായും ഇറക്കപ്പെട്ട ആദ്യത്തെ സൂറത്തും സൂറത്തുൽ ഫാത്തിഹയാണ്. മറ്റുള്ള സൂറത്തുകളുടെ ചില ഭാഗങ്ങളാണ് ഇറക്കപ്പെട്ടതെങ്കിലും ഒരു സൂറത്ത്, പൂർണ്ണമായ ഒരു സൂറത്തായിട്ട് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഈ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം, അവൻ റഹ്മാനാണ്, റഹീമാണ്, അതുകൊണ്ട് എല്ലാ സ്തുതികളും അവനാണ് എന്ന് പ്രതിപാദിക്കുന്നൊരു കാര്യം. അതുപോലെ തന്നെ അതിനുശേഷം മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് അള്ളാഹുവിനെ വാഴ്ത്തുന്ന ആയത്തുകളാണ് ഇതിൻ്റെ ആദ്യത്തെ 3 ആയത്തുകൾ. ശേഷം നമ്മൾ അള്ളാഹുവിനോട് അവനെ മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, അവനോട് മാത്രമാണ് സഹായം തേടുന്നത് എന്ന് പ്രതിപാദിക്കും. ഖുർആനിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ 1 തൗഹീദ്, 2 റിസാലത്ത്, 3 ആഖിറത്ത്. ഈ 3 വിഷയങ്ങളാണ് ഖുർആനിലെ പരാമർശ വിഷയങ്ങൾ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ആയത്തുകൾ തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വങ്ങളും അവൻ്റെ വിശേഷണങ്ങളും പറയുന്നതാണ് ആദ്യത്തെ ആയത്തുകൾ. അതിനുശേഷം റിസാലത്തുമായി ബന്ധപ്പെട്ടതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങുന്ന ആയത്ത്. നേരായ വഴി കാണിച്ചു തരണം. അപ്പം നേരായ വഴി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണ്, തങ്ങളുടെ വഴിയാണ്. പരിശുദ്ധ ഖുർആൻ ഇതിൻ്റെ വിശദീകരണവുമാണ്. ഈ സിറാത്തൽ മുസ്തഖീമിൻ്റെ വിശദീകരണമാണ് ഈ പരിശുദ്ധ ഖുർആൻ. അതിനിടയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. കാരണം അള്ളാഹുവിനെ നമ്മൾ അംഗീകരിച്ചതിന് ശേഷം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രം നമ്മൾ സഹായം തേടുക എന്നത്. അതുപോലെ ഇതിൻ്റെ 3-ാമത്തെ ആയത്ത് മാലിക് യൗമിദ്ദീൻ എന്നത് ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആഖിറവും അതിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു അതിൻ്റെ ഉടമസ്ഥനാണ്, അള്ളാഹുവിൻ്റെ വിശേഷണവും അതിലുണ്ട്. കാരണം പ്രതിഫല ദിവസം എന്ന് പറയുന്നത് ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം നേരായ മാർഗം അത് ഒന്ന് മാത്രമാണ്, അതല്ലാത്തത് നേരായ മാർഗമല്ല. അപ്പോൾ അത് 2 മാർഗങ്ങൾ ഇതിൽ നേരല്ലാത്ത മാർഗങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1 ഗൈറിൽ മഗ്ലൂബി അലൈഹിം, 2 വലദ്ദാലിൻ. നേരായ മാർഗം ഒന്നാണ്. അതേതാണ്? അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. നേരല്ലാത്ത മാർഗം 1 മഗ്ലൂബ് അലൈഹിം, 2 ളാലിൻ. മഗ്ലൂബ് അലൈഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ. ളാലീൻ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിയവർ. കോപത്തിനിരയായവർ എന്ന് പറഞ്ഞാൽ ഹക്ക് എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടും മനസ്സിലായിട്ടും പിടിവാശിയുടെ പേരിൽ
യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെട്ടു, എന്നിട്ട് പിടിവാശിയുടെ പേരിൽ അത് വിട്ടുകൊണ്ട് മറ്റുള്ള മാർഗം സ്വീകരിക്കുക. ഇതാണ് മഗ്ലൂബ് അലൈഹിം. ളാലീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് യഥാർത്ഥമായ ഹക്ക് എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല, അവർ തെറ്റായ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് രണ്ടും തെറ്റാണ്. ഇപ്പോൾ പൊതുവെ മുഫസ്സിരീങ്ങൾ മഗ്ലൂബ് അലൈഹിം എന്നത് യഹൂദികളെയും ളാലീൻ എന്നത് നസാറാക്കളെയും കുറിച്ച് പരാമർശിക്കുന്നതാണ് എന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ഗുണപാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. ഹക്ക് മനസ്സിലാക്കിയിട്ട് അത് പിൻപറ്റാതെ പോകുന്നതും അതുപോലെ തന്നെ ഹക്ക് അറിയാതെ പോകുന്നതും ഇത് രണ്ടും തെറ്റായ മാർഗങ്ങളാണ്. ആ മാർഗങ്ങളിൽ നിന്ന് കാവലിനെ തേടാനാണ് ഈ സൂറത്തിൽ നമ്മളോട് എന്തിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും സുദീർഘമായ സൂറത്താണ് സൂറത്തുൽ ബഖറ. ഈ സൂറത്തിൽ 286 ആയത്തുകളാണുള്ളത്. ഏകദേശം 2.5 ജുസുവോളം ഈ സൂറത്തുണ്ട്. ഇതിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിലെ ആദ്യത്തെ ജുസുവിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. ഈ സൂറത്തിൻ്റെ 27-ാമത്തെ ആയത്ത് മുതൽ 67-ാമത്തെ ആയത്ത് മുതൽ 73-ാമത്തെ ആയത്ത് വരെ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലേക്ക് സൂചന നൽകുന്നുണ്ട്. പശുവുമായി ബന്ധപ്പെട്ടാണ് ആ സംഭവം. ഇൻഷാ അല്ലാഹ് ആ ഒരു സന്ദർഭം എത്തുമ്പോൾ അത് സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ബഖറ എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സൂറത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ്റെ ഉള്ളടക്കമായ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനമായിട്ടും എല്ലാം ഉൾക്കൊണ്ട് ഈ 3 വിഷയങ്ങളും ഇതിനകത്ത് വളരെ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഈ സൂറത്തിൻ്റെ തുടക്കം ഈ 3 വിഷയങ്ങൾ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. അപ്പം ഇതിനെ പ്രതിപാദിക്കുന്നതോടൊപ്പം മനുഷ്യരിൽ 3 വിഭാഗങ്ങളായിട്ട് വേർതിരിച്ച് നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കി തരികയാണ്. 1 മുഅ്മിനാണ്, 2 കാഫിറാണ്, 3 മുനാഫിഖാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ് ഇതിൻ്റെ തുടക്ക സമയത്ത് അവരുടെ ഗുണങ്ങളെ സംബന്ധിച്ചാണ് ആരംഭത്തിൽ പറയുന്നത്. അവർ അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും അതുപോലെ തന്നെ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുകയും ആഖിറത്തിലുള്ള വിശ്വാസം, ഈ വിഷയങ്ങളിലെല്ലാം ഇതിലെല്ലാം 3 കാര്യങ്ങളും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 3 കാര്യങ്ങളും ഉൾപ്പെട്ട് കഴിയും. ഇവരാണ് വിജയികൾ എന്നും ശേഷമുള്ള 2 ആയത്തുകൾ കാഫിരീങ്ങളെക്കുറിച്ചും അതിനുശേഷമുള്ള 13 ആയത്തുകൾ മുനാഫിക്കീങ്ങളെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. ഇവിടെ മുനാഫിക്കീങ്ങളുടെ, കാഫിരീങ്ങൾ അവിശ്വാസികളാണ്, അവർ ഗ്രന്ഥം കൊണ്ട് വിശ്വസിക്കുന്നില്ല, അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും നൽകിയില്ലെങ്കിലും എല്ലാം സമമാണ് എന്ന് തുടങ്ങുന്നതാണ് കാഫിരീങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ആയത്ത്. അത് 6-ാമത്തെ 7-ാമത്തെ ആയത്തിൽ അവരുടെ ഗുണങ്ങളും അവരുടെ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്തിലാണ് മുനാഫിക്കീങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവം എന്തൊക്കെയാണ്, അവരിലുള്ള പ്രശ്നങ്ങൾ, ഇതിനെ സംബന്ധിച്ചാണ് 12 ആയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, അല്ല 13 ആയത്ത്. അതിൽ അവരുടെ ഈ മോശമായ സ്വഭാവങ്ങൾ, ഏകദേശം 10-12ഓളം സ്വഭാവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് അവർ കള്ളന്മാരാണ്, ചതിയന്മാരാണ്, ഹൃദയത്തിൽ അവർക്ക് ഒരുപാട് ഹൃദയത്തിൽ രോഗങ്ങളുണ്ട്, അതായത് കുശുമ്പ്, അഹങ്കാരം, അത്യാഗ്രഹം എന്ന് തുടങ്ങുന്നത്. അതുപോലെ തന്നെ വിഡ്ഢിത്തരങ്ങൾ, പിന്നെ അതേപോലെ തന്നെ പരിശുദ്ധമായ ശരീഅത്തിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുക, അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, വഴികേട്, അതുപോലെ മുഅ്മിനീങ്ങളെ കളിയാക്കുക, അവർക്ക് ഉപദ്രവമുണ്ടാക്കുക, ഇങ്ങനെയുള്ള അവരുടെ മോശപ്പെട്ട സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. ഇവരെ 2 ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പം
അതിലൊന്നാമത്തതാണ് മസലുഹും ക മസലില്ലദി ഇസ്തൗഖദ നാറ ഫലമ്മ അളാഅത് മാ ഹൗലഹു. രണ്ടാമത്തെ ഉദാഹരണമാണ് ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ദുലുമാതും വറഅദും വബറഖ് എന്നത്. ആദ്യത്തെ ഉദാഹരണം മുഫസ്സിരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മുനാഫിക്കീങ്ങൾ തന്നെ രണ്ട് ഗ്രൂപ്പുകാരാണ്. ഒന്ന് കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ചും അതുപോലെ തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുള്ളവരാണ്. അവർക്ക് കൃത്യമായി അറിയാം നബിതങ്ങൾ അള്ളാഹിൻ്റെ പ്രവാചകനാണ് എന്ന്, പൂർണ്ണമായും വിശ്വാസമുണ്ട്. എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു? ഹക്കായ മാർഗത്തിലേക്ക് വരാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി അവരൊരു കുതന്ത്രം മെനയുകയാണ്, പ്രവാചകൻ്റെ മുമ്പിൽ നമുക്ക് മുഅ്മിനായി അഭിനയിക്കാമെന്ന്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് അതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറഞ്ഞതാണ്, അവർ എന്താണ്? ഇസ്തൗഖദ നാറ, ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. അപ്പോൾ നല്ല പ്രകാശം, ചുറ്റും പ്രകാശമുണ്ട്. പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. പക്ഷേ അള്ളാഹു ആ പ്രകാശത്തെ കെടുത്തിക്കളഞ്ഞു. അപ്പോൾ അവരെന്തായി? ഇരുളിലായിപ്പോയി, വഴികേടിലായിപ്പോയി. രണ്ടാമത്തെ ഗ്രൂപ്പ്, അവർക്കാകെ സംശയങ്ങളാണ്, ശരിയാണോ അല്ലയോ. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു സംശയത്തിൻ്റെ നിഴലിലൂടെയാണ് അവർ ഇസ്ലാമിനെ കാണുന്നത്. അപ്പോൾ അവർ ആ രീതിയിൽ ഇസ്ലാമിനെ സമീപിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തീരുമാനിച്ചു, നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം മുസ്ലിമായിട്ട് അഭിനയിക്കാം. നമ്മൾ നമ്മുടെ ജീവിതം എന്ത് ചെയ്യാം? ഉള്ളിൽ നമ്മൾ എങ്ങനെയായിരുന്നോ നേരത്തെ അങ്ങനെ തന്നെ നമുക്ക് തുടരാം. പക്ഷേ മുസ്ലിമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അഭിനയിക്കാം എന്ന് തീരുമാനമെടുക്കുന്ന കൂട്ടർ. അവർക്ക് ആകെപ്പാടെ സംശയമാണ് ഇസ്ലാമിനെ സംബന്ധിച്ച്. അപ്പോൾ അവരെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആനിലെ അടുത്ത ആയത്തിലൂടെ പറയുന്നത് ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ദുലുമാതും വറഅദും വബറഖ്. അതിൽ മഴ പെയ്യുന്ന ഒരു ആകാശഭാഗത്ത് നിന്ന് അതിനകത്ത് ഇരുളുമുണ്ട്, അതുപോലെ തന്നെ ഇടിയും മിന്നലും എല്ലാമുണ്ട്. അപ്പം അതിനകത്ത് കാഫിരീങ്ങൾക്കുണ്ടാകുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ആഖിറത്തിൽ അവരുടെ പരാജയം, വിശ്വാസികളല്ലാത്തവർക്ക് നാളെ ആഖിറത്തിൽ പരാജയം നേരിടേണ്ടി വരും എന്ന പരാമർശമുണ്ട്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശവുമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ദുനിയാവിൽ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും ദുനിയാവിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കെടുക്കാം, ദുനിയാവിലെ ആനുകൂല്യങ്ങളൊക്കെ നമുക്കെടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു എന്ന് അഭിനയിച്ചു. ഇസ്ലാമിലേക്ക് അവർ യഥാർത്ഥത്തിൽ കടക്കുന്നില്ല, കാണിക്കാൻ വേണ്ടി മുസ്ലിം ആകുന്ന അവസ്ഥ. ഈ രീതിയിൽ മുനാഫിക്കീങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ സൂചിപ്പിക്കുന്നു. ഇതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിനുള്ള കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന ആയത്തുകളാണ് അടുത്തതായിട്ട്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് മുതൽ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കുകളുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സംഭാഷണം, മലക്കുകളുടെ മറുപടി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കറിയാത്ത കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ സൃഷ്ടിക്കുകയും പിന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും പിന്നെ തടയപ്പെട്ട ഖനി ഭക്ഷിച്ചതിൻ്റെ പേരിൽ ആ സ്വർഗ്ഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ആദം നബി അലൈഹി സ്വലാം, അങ്ങനെ ആ ഒരു വിഷയങ്ങളാണ് പിന്നെ കൂടുതലായിട്ട് പരാമർശിക്കുന്നത്. അപ്പോൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഖലീഫയായിട്ട് ഭൂമുഖത്ത്, ഈ ഭൂമിയിൽ ഖലീഫയായിട്ട് നിശ്ചയിക്കാൻ അള്ളാഹു തീരുമാനിച്ച കാര്യമൊക്കെയാണ് അടുത്ത ആയാത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. ഇപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയിരുന്ന, പ്രശ്നക്കാരായിരുന്ന ആൾക്കാരെ മലക്കുകളെ ഉപയോഗിച്ച് അവരെ തുരത്തുകയും, അപ്പോൾ ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഇബ്ലീസിനെ അള്ളാഹു ഉൾപ്പെടുത്തുകയും, കാരണം ആ ഇബ്ലീസ് അള്ളാഹുവിനോടുള്ള ആ അള്ളാഹുവിൻ്റെ ഇബാദത്തിൻ്റെ പേരിൽ മലക്കുകളുടെ സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിയായതുകൊണ്ട് ആ ഇബ്ലീസിനെയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നെ ഇബ്ലീസിൻ്റെ അഹങ്കാരവും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യാത്തതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിക്കുകയും കാലാകാലം ശപിക്കപ്പെട്ടവനായി പോവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളാണ് പിന്നെയുള്ള ആയാത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന അടുത്തൊരു വിഷയമാണ് ബനൂ ഇസ്രായേലുമായി അവരുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങൾ. ഏകദേശം ഈ ജുസു തീരുന്നതുവരെ 100 ആയത്തോളം ഇവരുടെ വിഷയങ്ങളാണ് പരാമർശിക്കുന്നത്. ബനൂ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അവർക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തുകളും എല്ലാ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും അവരുടെ ധിക്കാരവും
ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവരുടെ ധിക്കാരവും അതെല്ലാം നബിതങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജൂത സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത് അവരെ പരിശുദ്ധ ദീനിലേക്ക് ക്ഷണിക്കുന്ന, അവർ പരിശുദ്ധ ദീനിലേക്ക് വരാൻ വേണ്ടി ക്ഷണിക്കുന്ന ആയത്തുകളാണ് ഇനിയുള്ള ഏകദേശം 100-ൽ കൂടുതൽ വരുന്ന ആയത്തുകൾ ഇതുമായി ഈ വിഷയം പ്രതിപാദിക്കുന്നതാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ മദീനയിൽ ഒരുപാട് ജൂതന്മാർ താമസിച്ചിരുന്നു. അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ആ ജൂതന്മാരുമായിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു. പരസ്പരം സഹകരണത്തോടുകൂടെ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. ശത്രുക്കളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മറ്റൊരാളുടെ ശത്രുക്കളെ സഹായിക്കാനൊന്നും പാടില്ല എന്ന് സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് അവർ ആ സന്ധികളെല്ലാം ലംഘിക്കുകയും മുസ്ലിമീങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യാൻ എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം അവർ ചെയ്യുന്നൊരു ഒരു സാഹചര്യമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ എന്തായാലും ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് ഉള്ള പരാമർശം, അവരെക്കുറിച്ചുള്ള ഫുൾ ഏകദേശം അവരുടെ പരിശുദ്ധ ഈ സൂറത്തുൽ ബഖറയിൽ പരാമർശിക്കുന്നത് പോലെ മറ്റുള്ള സൂറത്തുകളിൽ ഇത്രയും വിശാലമായി എന്ത് ചെയ്യുന്നില്ല, പരാമർശിക്കുന്നില്ല. ഇസ്ഹാഖ് നബി, നബിതങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2 പുത്രന്മാർ, ഒന്ന് ഇസ്മായിൽ പിന്നൊന്ന് ഇസ്ഹാഖ്. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നത്. അപ്പോൾ യാക്കൂബ് നബിയുടെ സന്താന പരമ്പര, ആ പരമ്പരയ്ക്കാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബനു ഇസ്രായേലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സംഭവം അറിയാം. യാക്കൂബ് നബിയുടെ പുത്രന്മാരിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി, അദ്ദേഹമാണ് ഈജിപ്തിലേക്ക് പോയി. പിന്നെ ആ പരമ്പര ഈജിപ്തിലാണ് ഉണ്ടായിരുന്നത്. ശേഷം ആ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുകയും പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ ഈജിപ്തിൽ നിന്ന് ഇവരുടെ ജന്മസ്ഥലമായ ഫലസ്തീനിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്ന ഓരോരോ അനുഗ്രഹങ്ങൾ, പരിശുദ്ധ ഖുർആൻ ഓരോരോ അനുഗ്രഹങ്ങൾ എടുത്ത് പറയുന്നതാണ് ഈ കാണുന്ന സൂറത്തുകളിലെല്ലാം ഉള്ളത്. അവിടെ എല്ലാം അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ ഫിർഔനിൽ നിന്ന് അവരെ രക്ഷിച്ചതും സമുദ്രത്തെ പിളർത്തിയതും സീന എന്ന് പറയുന്ന പ്രദേശത്ത് ആ മരുഭൂമിയിൽ അവർക്കുണ്ടായ പ്രയാസങ്ങളും, അപ്പോൾ അള്ളാഹു ഓരോ സന്ദർഭങ്ങളിൽ അവർക്ക് കൊടുത്ത അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അത് അവർ ധിക്കരിക്കുകയും അത് ഇടയ്ക്കിടയ്ക്ക് അത് അവന് എതിര് ചെയ്യുകയും അതിൻ്റെ പേരിൽ അള്ളാഹു അവർക്ക് പരീക്ഷണങ്ങൾ കൊടുത്തു. ആ പരീക്ഷണങ്ങളിൽ പോലും പല സന്ദർഭങ്ങളിലും അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ, മഞ്ഞ് സൽവ പോലുള്ള കാര്യങ്ങൾ അവർക്ക് ഇറക്കി കൊടുത്തു. മഞ്ഞ് സൽവ അത് പ്രത്യേക ഭക്ഷണമാണ്. പറയുന്നത് ഒരു തരം പ്രത്യേക പഴവും, മഞ്ഞെന്ന് പറയുന്നത്, സൽവ എന്ന് പറയുന്നത് പക്ഷിയുടെ മാംസവുമാണ്. ആ പ്രദേശത്ത് അവർക്കത് യഥേഷ്ടമുണ്ടായിരുന്നു. എത്ര വേണമെങ്കിലും ആ ഫലങ്ങൾ കഴിക്കാനും അതുപോലെ തന്നെ ആ പക്ഷികളെ പിടിക്കാനും അതിനെ അറുത്തു ഭക്ഷിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അള്ളാഹു അവർക്ക് കൊടുത്തു. പക്ഷേ എന്നിട്ട് ശേഷവും അവർക്ക് ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങളിതൊക്കെ കഴിച്ചു മടുത്തു, ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ മതി, പരിപ്പ് മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി ഒരു സ്ഥലത്തേക്ക് അവരോട് പോകാൻ പറയുകയും ഇഹ്ബിതു മിസ്റൻ, അങ്ങനെ അവിടെ അവർ ആ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ, അങ്ങനെ ഒരു പട്ടണത്തിലേക്ക് അവർ പോയപ്പോൾ അവരോട് വളരെ വിനയാന്വിതരായി അതുപോലെ തന്നെ അള്ളാഹു ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞപ്പോൾ അവരതും ധിക്കരിച്ചു. അങ്ങനെ സത്യത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ഓരോരോ സന്ദർഭങ്ങളിലും അവർ നേരിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും നേരിട്ട് കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടും എന്ത് ചെയ്തു, അതിനെല്ലാം അവരിത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൂർസീന പർവ്വതത്തിലേക്ക് പോകാനും നിർദ്ദേശം വരികയും അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നൽകുകയും, അപ്പോൾ അവരെ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, കൃത്യമായി ഞങ്ങൾക്ക് കാണണം, കണ്ടാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ. അങ്ങനെ അവരിൽ നിന്ന് 10-40 പേരെയും വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ പശുക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണർത്തുകയും അവരോട് തൗബ ചെയ്യാൻ പറയുകയും, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിൽ
അവരിൽ നിന്ന് തന്നെ ഒരു വ്യക്തി തൻ്റെ സഹോദരനെ തൻ്റെ അനന്തരാവകാശ സമ്പത്ത് അനന്തര സമ്പത്ത് കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൻ്റെ സഹോദരനെ വധിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് വധിച്ചിട്ട് അത് വേറൊരു സ്ഥലത്ത് ആ മയ്യത്ത് കൊണ്ടിടുകയും അതിനുശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് പോയി അയാൾ പരാതിപ്പെടുകയും എൻ്റെ സഹോദരനെ ആരോ വധിച്ചു കൊന്നു, അതുകൊണ്ട് പ്രതികാരം എടുക്കണം എന്ന് പറയുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു നിർദ്ദേശം വരികയുണ്ടായി. ഒരു പശുവിനെ അറുത്തിട്ട് ആ പശുവിൻ്റെ ശരീരത്തിൻ്റെ ചില ഭാഗം കൊണ്ട് ആ മരിച്ച ആളുടെ ദേഹത്ത് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് അദ്ദേഹത്തെ കൊന്ന ആളാരാണെന്ന് പറയും. അപ്പോൾ ആ വിഷയമാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ബഖറ, സൂറത്തുൽ ബഖറ എന്ന പേര് വരാനുള്ള കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ആ പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ ഇവർ വീണ്ടും അതിനകത്ത് കൂടുതൽ നിബന്ധനകൾ, എങ്ങനത്തെ പശുവായിരിക്കണം, അറുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചറുത്താൽ മതിയായിരുന്നു. പക്ഷേ അവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്തു, കൂടുതൽ കടുപ്പം കാണിച്ചു. അപ്പോൾ അള്ളാഹു ഒരു നിയമം ഇറക്കുമ്പോൾ അതെന്താണോ അതനുസരിച്ച് അതങ്ങ് അമൽ ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇവരെന്താ ചെയ്തത്, അതിനകത്ത് വീണ്ടും വീണ്ടും അതിനകത്തുള്ള ശറായിത്തുകൾ, നിബന്ധനകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു. എങ്ങനത്തെ പശുവായിരിക്കണം, അതിൻ്റെ കളർ എങ്ങനെയായിരിക്കണം. അപ്പോൾ അവർ ചോദിക്കുന്നതോറെല്ലാം അള്ളാഹ് അത് കടുപ്പിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ഇടത്തും കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ളൊരു പശു, അങ്ങനെ വലിയ വില കൊടുത്ത് അതിനെ വാങ്ങേണ്ടി വരികയും പിന്നെ അതിനെ അറുക്കുകയും, അറുത്തപ്പോൾ ആ പശു എൻ്റെ ഒരു ഭാഗം കൊണ്ട് ആ മയ്യത്തിനെ ദേഹത്ത് തട്ടിയപ്പോൾ ആ മയ്യത്ത് എഴുന്നേറ്റ് വന്നു, ജീവനോടെ തിരിച്ചു വരികയും ഈ അതിനെ കൊന്ന മനുഷ്യനെക്കുറിച്ച് പറയുകയും തിരിച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നതോടൊപ്പം തന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതം അത് സാധ്യമാണ് എന്ന് പഠിപ്പിക്കുക കൂടെ ഈ വിഷയത്തിലുണ്ട്. അപ്പം ഇത്രയും അനുഗ്രഹം നൽകിയിട്ടും ഇവർ ധിക്കരിച്ചതും അതുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയമാണ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് ബനു ഇസ്രായേലിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇസ്രായേലിയാകുക എന്നതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. അതായത് ഒരാൾ പരമ്പരാഗത ഇസ്രായേലിയാകുക, ജന്മം കൊണ്ടൊരു ഇസ്രായേലി ആയാൽ മതി. ഇപ്പോഴും ജൂതന്മാരുടെ വിശ്വാസം അങ്ങനെയാണ്. ഒരാൾ ജൂതമതം സ്വീകരിക്കുക എന്നുള്ളതില്ല, മറിച്ച് ഇസ്രായേലിയാകണം. അതായത് ജന്മം കൊണ്ടൊരാൾ ഇസ്രായേലിയാകണം, കർമ്മം കൊണ്ടൊന്നുമില്ല. ജന്മം കൊണ്ടൊരാൾ ഇസ്രായേലി ആയാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഇതാണ് ജൂതന്മാരുടെ വിശ്വാസം, അന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പരിശുദ്ധ ഖുർആൻ പല രീതിയിൽ പരിശുദ്ധ ഖുർആൻ അവരോട് സംവദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ മക്കളോട് വസിയത്ത് ചെയ്തത് നിങ്ങൾ കേട്ടതല്ലേ? അല്ല, വസിയത്ത് ചെയ്തപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഭാഗം പരിശുദ്ധ ഖുർആനിൽ ആ ഭാഗം അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വസിയത്ത് ചെയ്തത് എന്തായിരുന്നു? അപ്പോൾ വസിയത്ത് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഏക ഇലാഹായ അള്ളാഹുവിനെ, താങ്കളുടെയും താങ്കളുടെ പിതാവായ ഇബ്രാഹിം, ഇസ്മായിൽ, അതുപോലെ ഇബ്രാഹിം, അങ്ങനെ ഏക ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്നാണ് യാക്കൂബ് നബിയുടെ മക്കൾ എന്ത് ചെയ്ത് വസിയത്ത് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ കർമ്മം കൊണ്ടാണ് ഒരാൾ മുസ്ലിം ആകുന്നത്, അല്ലാതെ ജന്മം കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുസ്ലിം ആകില്ല. അപ്പോൾ ആ ഒരു വിഷയം പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അത് മുസ്ലിം ആകട്ടെ, ജൂതനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, അതുപോലെ തന്നെ സാബി, നക്ഷത്രത്തെ ആരാധിക്കുന്നവനാകട്ടെ, യഥാർത്ഥ മാർഗത്തിലുള്ളത് ആരാണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അവൻ്റെ പ്രവാചകന്മാരെ ഉൾക്കൊണ്ട് ജീവിക്കുകയും പ്രവാചകന്മാരെ അംഗീകരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അതല്ലാതെ ലേബലിൽ ഒരാൾ മുസ്ലിം എന്ന ലേബൽ വന്നു, പേര് വന്നു, പക്ഷേ വിശ്വാസ കാര്യങ്ങളിലൊന്നും തന്നെ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഒരാൾ ജൂതനാണ്, അല്ലെങ്കിൽ ഒരാൾ ക്രിസ്ത്യാനിയാണ്, ഇതിലൊന്നുമല്ല കാര്യം. മറിച്ച് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകന്മാരെയും എല്ലാവരെയും അംഗീകരിക്കും. പ്രവാചകന്മാരെ അംഗീകരിക്കുമ്പോൾ ഏറ്റവും അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചേ മതിയാകൂ. അങ്ങനെ അംഗീകരിച്ചില്ല എങ്കിൽ അവന് മുസ്ലിമാകാൻ കഴിയില്ല. അപ്പോൾ എന്നുള്ള വിഷയം പരിശുദ്ധ ഖുർആനിൽ 1-2 സ്ഥലങ്ങളിൽ ഈ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൂറത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് അടുത്ത കുറച്ച് പ്രതിപാദിക്കുന്ന വിഷയം. അപ്പോൾ ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം വിജയിക്കുകയും എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയായിക്കൊണ്ട്
പൂർണ്ണമായി അനുസരണയുള്ള ഒരു ദാസനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതം കൊണ്ട് അത് തെളിയിക്കുകയും ചെയ്ത സംഭവ വികാസങ്ങളാണ് ഈ അടുത്ത ഭാഗത്തായിട്ട് പരാമർശിക്കുന്നത്. അപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പല പരീക്ഷണങ്ങളിലൊന്നാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്ന് ഇവിടെ മക്കയിൽ ഉപേക്ഷിക്കുകയും അങ്ങനെ മക്കയിൽ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പലതവണ മക്കയിൽ വരികയും അങ്ങനെ കഅബത്തുള്ളാഹയുടെ പുനർനിർമ്മാണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുകയും ആ സമയത്ത് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവം. ആ സമയത്ത് ദുആ ചെയ്തപ്പോൾ തൻ്റെ പരമ്പരയിൽ നിന്ന് പ്രവാചകന്മാരെയെല്ലാം അയക്കണമേ വമിൻ ദുർരിയത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ദുആ ഉണ്ട്. അപ്പോൾ ആ ദുആയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക നിബന്ധന വെക്കുന്നുണ്ട്. ലാ യനാലു അഹദിയല്ലാലിമീൻ, അക്രമികൾ ഒരിക്കലും ഈ കരാർ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ പ്രവാചകത്വം എന്ന ദൗത്യം അള്ളാഹു കൊടുക്കുന്നത് അങ്ങനെയുള്ള പാരമ്പര്യം നോക്കിയിട്ടോ കുടുംബമഹിമ നോക്കിയിട്ടോ ഒന്നും അല്ല. അതിൽ അക്രമികൾ ആരുണ്ടോ, ധിക്കാരികളുണ്ടോ, അവർക്കൊന്നും ഈ കരാറ് കിട്ടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും അങ്ങനെ പ്രവാചകന്മാരുടെ പരമ്പര മുഴുവൻ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന മുഴുവൻ പ്രവാചകന്മാർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ഹാഖ് നബി, യൂസുഫ് നബി, പിന്നെ ആ പരമ്പരയിൽ മൂസ നബി, പിന്നെ അതിനുശേഷം ശംവീൽ, അതിനുശേഷം ദാവൂദ്, സുലൈമാൻ എന്ന് തുടങ്ങുന്ന പ്രവാചകന്മാർ ഓരോരുത്തർ വന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെ ഈ പ്രവാചകന്മാരുടെ ആ ശൃംഖല അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം പിന്നെ ആ സമുദായത്തിൽ ആ ഒരു ദൗത്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വം എന്ന് പറയുന്ന ആ മഹത്തായ ദൗത്യം അത് കൊടുത്തത് ഇബ്രാഹിം നബിയുടെ മറ്റൊരു പുത്രനായ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ്. അതാണ് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പരമ്പരയിൽ ഒരൊറ്റ പ്രവാചകനേ ഉള്ളൂ, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെ വരുന്ന സമുദായം, അപ്പോൾ ഈ അതിനകത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ തള്ളിപ്പറഞ്ഞവരാണ് ജൂതന്മാർ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചില്ല. അങ്ങനെ തള്ളിക്കളയുകയും ഈ ഒരു പരമ്പര ഏകദേശം എത്രയോ വർഷക്കാലം ഈ പ്രവാചകന്മാരുടെ ഈ പരമ്പര വരികയും ചെയ്തപ്പോൾ ഇവരും ആഗ്രഹിച്ചിരുന്നു ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഇനിയൊരു പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകൻ വരുന്നത് അവരെ സഹായിക്കാനാണ് എന്നും അങ്ങനെ അവർ ഈ പ്രവാചകൻ വരുന്നത് അഭിമാനം കൊണ്ടിരുന്നു. പക്ഷെ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ഈ ബനു ഇസ്മായിലല്ല, മറിച്ച് ബനു ഇസ്ഹാക്കിലാണ് ഈ പ്രവാചകൻ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അത് ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്നായതുകൊണ്ട് ഇവർ പിന്നെന്ത് ചെയ്തില്ല, അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അങ്ങനെ നബിതങ്ങളിലേക്ക് പ്രവാചകത്വം വന്നപ്പോൾ ഇവരുടെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസ്, അപ്പോൾ അവരുടെ കിബിലയായിരുന്ന ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു അവരുടെ കിബില. അപ്പോൾ ആ കിബിലയിൽ നിന്നും മാറിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കിബിലയെ മാറ്റി അത് മക്കയെ കഅബത്തുല്ലാഹി കിബിലയാക്കി. കാരണം അടുത്ത പ്രവാചകത്വം വന്നിരിക്കുന്നത് ഇസ്മായിലി പരമ്പരയാണ്. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൂടെ പുനർനിർമ്മിച്ച പരിശുദ്ധമായ കഅബത്തുല്ലാഹിലേക്ക് ആ കിബില മാറ്റി. ആ കിബിലയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പിന്നെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ഈ ജുസുവിൽ സിഹ്റുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം കൂടെയുണ്ട്. അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ കുറച്ചു വിഷയങ്ങളാണ്. അന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകദേശം അന്നത്തെ മുഴുവൻ സമൂഹവും അന്നത്തെ മുഴുവൻ ആൾക്കാരുടെയും രാജാവായി, മുഴുവൻ ആൾക്കാരുടെയും ഭരണം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കയ്യേറിയിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞ് പരത്തുകയുണ്ടായി, ഈ സുലൈമാൻ നബി സിഹ്ർ, അതായത് ബ്ലാക്ക് മാജിക്, മാരണത്തിലൂടെയാണ് ഇതെല്ലാം കൈപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്ന ഒരു കിംവദന്തി പരത്തുകയും അങ്ങനെ അതിൻ്റെ പഠനവും ഈ സിഹ്റുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനമെല്ലാം സജീവമായൊരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇവർ മോശമായി ചിത്രീകരിക്കുകയും, എത്രത്തോളം മോശമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം അദ്ദേഹം വിഗ്രഹാരാധകനായെന്നും വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു എന്ന് പോലും വരുത്തി തീർക്കുകയും അവരവരുടെ ഗ്രന്ഥങ്ങളിൽ, വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ ഇത് എഴുതി പിടിപ്പിക്കുക വരെ ചെയ്യുകയുണ്ടായി. സുലൈമാൻ നബി അലൈഹി ഇപ്പോഴും അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹാരാധന നടത്തിയത്.
അപ്പോൾ അതിനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിരപരാധിത്വവും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുമുള്ള ചില ആയത്തുകൾ. വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു എന്ന് തുടങ്ങും. അന്നുണ്ടായിരുന്ന ഷയാത്തീൻ എന്ന് പറഞ്ഞാൽ അത് ജിന്നുകളിലും പെടും മനുഷ്യരിലും പെടും. മനുഷ്യരിലെ ദുർനടപടിക്കാരും ജിന്നിലെ ദുർനടപടിക്കാരുമാണ് ഷയാത്തീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് യഥാർത്ഥത്തിൽ അവിശ്വസിച്ചത്. അപ്പോൾ കാരണം അവരാണ് ഈ സിഹർ ചെയ്തത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഉത്ബോധനം നൽകാൻ വേണ്ടി 2 മലക്കുകളെ അയക്കുകയുണ്ടായി. ഈ മലക്കുകൾ വന്നുകൊണ്ട് പ്രത്യേകം പറഞ്ഞു മുഅ്ജിസത്തും സിഹറും തമ്മിലുള്ള വ്യത്യാസം. സിഹർ എന്ന് പറയുന്നത് അതിന് ഡയറക്റ്റായിട്ടൊന്നും തന്നെ ചെയ്യാനുള്ള ഇതില്ല, ശക്തിയില്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ് എന്ന് പറയുകയും അതുപോലെ തന്നെ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം അവർ പ്രാക്ടിക്കലായി കാട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ, സിഹർ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഇവർ പ്രത്യേകം പറയുകയുണ്ടായി, നിങ്ങളിത് കണ്ട് പഠിച്ചിട്ട് ഇത് നിങ്ങളെ തെറ്റായ ഉദ്ദേശത്തിൽ നിങ്ങളിത് ചെയ്യരുത്. ഇതിലെന്താണ് യാഥാർത്ഥ്യം, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞങ്ങളിത് കാണിച്ചു തരുന്നത് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇവരത് കേൾക്കാൻ തയ്യാറാകാതെ ആ രീതിയിൽ ഇവരെന്ത് ചെയ്തു, അവിടെ നിന്നും ഈ കാര്യങ്ങളെല്ലാം വീണ്ടും പഠിച്ചെടുത്ത് ഈ സിഹർ, ഈ ബ്ലാക്ക് മാജിക് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഈ സൂറത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് നേരത്തെ സൂചിപ്പിച്ച ഖിബിലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നത്. അത് 2ാമത്തെ ജുസുവിലാണ് ഖിബിലയുമായി ബന്ധപ്പെട്ട വിഷയം കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വിഷയം ചർച്ച ചെയ്യാം. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.